ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിന്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിവാഹ തടസ്സമുള്ള മക്കളെ. ഒരുപാട് നമ്മുടെ യുവജനങ്ങൾ പ്രായമായിട്ടും 10, 30, 35, 40 വയസ്സൊക്കെ പ്രായമായിട്ടും വിവാഹം നടക്കാതെ, വിവാഹം കഴിക്കാൻ പറ്റാതെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ആരോടൊന്നും പറയാനും പറ്റുന്നില്ല. സമൂഹത്തിലാണെങ്കിലും അവർക്ക് ഒരുപാട് വേദനകളൊക്കെ അവരനുഭവിക്കുന്നില്ല. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അത് ഫേസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവരെ എല്ലാവരെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന കാഴ്ച. നിങ്ങൾ എന്നോട് പ്രാർത്ഥനയിലായിരിക്കണം കേട്ടോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. എന്ത് ചെയ്യരുതെന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-ാം തിരുവചനം. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. ഹല്ലേലൂയ. യേശു പറയാണ്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നമുക്കൊരു മനുഷ്യന്റെ സ്വാഭാവികമായ ജീവിതത്തിലുള്ള ഒരു പ്രശ്നമാണ് മറ്റുള്ളവരെ വിധിക്കുക, മറ്റുള്ളവരെ പഴി പറയുക, പരിഹസിക്കുക, നിന്ദിക്കുക, അപമാനിക്കുക, വേദനിപ്പിക്കുക, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെരുപ്പിച്ച് അങ്ങോട്ട് കൊടുക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം വെച്ചാൽ നമുക്കിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. മറ്റുള്ളവരെ വിധിക്കാനാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. എന്നാൽ ഈശോ പറയാണ്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവർത്തിക്ക് നാളെ നമുക്കൊരു ദിവസം നമുക്കുണ്ട്. നമ്മൾ വിധിയാളനായ ദൈവത്തിന് വിധിക്കേണ്ടി വരും എന്നൊരു ബോധ്യം ഉണ്ടാകണം. ഈ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആരെങ്കിലും വേദനിപ്പിച്ച്, ആരെങ്കിലും വിഷമമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവരോടൊക്കെ നമുക്ക് ക്ഷമിച്ച് മാപ്പ് ചോദിച്ച് നമുക്ക് ദൈവത്തിന്റെ കരുണയിലേക്ക് ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരും ഇത് കേൾക്കുന്നവരും ഇത് പ്രാർത്ഥിക്കുന്നവരും എല്ലാവരുടെയും, പ്രത്യേകിച്ച് വിവാഹ തടസ്സമുള്ള എല്ലാ മക്കളുടെയും വിവാഹ തടസ്സങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.